മുൻ മന്ത്രി കെ ടി ജലീലിനെയും ഭാര്യ ഫാത്തിമക്കുട്ടിയെയും പൊന്നാടയണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ച് പിണറായി വിജയൻ. CPM സഹയാത്രികനായിരുന്ന ജലീൽ കഴിഞ്ഞ ദിവസമാണ് അംഗത്വം സ്വീകരിച്ചത്. ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. ഗോകുൽ, അങ്ങനെ കെ ടി ജലീൽ പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ പൊന്നാട അണിയിച്ച ആ ചടങ്ങ് എങ്ങനെയായിരുന്നു? ചടങ്ങിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 21 വർഷമായി CPM-നൊപ്പമാണ് കെ ടി ജലീൽ. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ് അദ്ദേഹം. യൂത്ത് ലീഗുമായിട്ടുള്ള മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്നത്. പിന്നീട് 2006 കുറ്റിപ്പുറത്തും 11 മുതൽ 21, 26 വരെ തവനൂരും അദ്ദേഹം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുറ്റിപ്പുറത്ത് 2006 ജയിച്ചു, 2011-ലും 16-ലും 21-ലും തവനൂരിലും ജയിച്ചു. കഴിഞ്ഞ തവണ തവനൂരിൽ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം പാർട്ടി അംഗത്വത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായത്. വലതുപക്ഷ ശക്തികളും വർഗീയ ശക്തികളൊക്കെ കൂടി ഇടതുപക്ഷത്തെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഘട്ടത്തിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു കെ ടി ജലീൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പങ്കുവച്ചിരുന്നത്. അന്ന് അത് ഔദ്യോഗികമായിട്ട് ഫേസ്ബുക്ക് കുറിപ്പിൽ കൂടിയാണ് പാർട്ടി അംഗമാകുന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്തത്. കെ ടി ജലീലിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമക്കുട്ടി കൂടി പാർട്ടി അംഗത്വം സ്വീകരിക്കുന്ന കാര്യം അദ്ദേഹം പങ്കുവച്ചു. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ. ഇവിടെ അരീക്കോട് വെച്ച് നടന്നിട്ടുള്ള EMS-ന്റെ ദേശീയ സെമിനാറുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 2006-ൽ തന്നെ പാർട്ടിയിലേക്ക് CPM-ലേക്ക് അനുഭാവിയായി കടന്നു വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് നിയമസഭാ സ്ഥാനാർത്ഥിത്വവും അംഗത്വവും ഉൾപ്പെടെയുള്ളവ നൽകുകയും പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വരെ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പാർട്ടി വലിയൊരു പരാജയം നേരിടുന്ന ഘട്ടത്തിലാണ് മെമ്പർഷിപ്പ് എടുക്കാൻ അദ്ദേഹം തയ്യാറായത്. ഒരു വിശ്വാസിക്ക് പോലും CPM-ൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുമെന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. അതിനെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തെറ്റാണ് എന്ന തരത്തിലുള്ള കുറിപ്പുകളൊക്കെ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മെമ്പർഷിപ്പ് എടുക്കുകയും ഇന്ന് അദ്ദേഹത്തെ CPM-ലേക്ക് പൊന്നാടി അണിയിച്ചുകൊണ്ട് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രവിത, ശരി, അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.